നിങ്ങൾ ഞാൻ തുടക്കം മാത്രമേ അല്ല കറങ്ങി കറങ്ങി പറയണ്ടേ ഞാനില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കളി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടത് ഉത്തരവാദിത്തം നിങ്ങളുടെ തന്നെയാണ്. അന്ന് രാത്രി എന്ന് അങ്ങനെ ചോദ്യമില്ല. ഏത് മാസം? അപ്പൊ അന്ന് രാത്രി ബാക്കി ഇങ്ങനെ സ്റ്റോറി. ഓ അങ്ങനെയാണോ? കുറച്ചോടെ തുടങ്ങി ഇത് കഥ. ഇല്ല അന്ന് ഇങ്ങനെ രാത്രി. അന്ന് രാത്രി മതിയാ ചേട്ടൻ പറ. വല്ല നല്ല ഇരുട്ടായിരുന്നു. വിജനതയിലൂടെ ഒരു ജീപ്പ് പോവുകയായിരുന്നു. ഓ ത്രില്ലർ ജോണർ പിടികിട്ടി, ത്രില്ലർ. ആ ജീപ്പ് പോയി കഴിഞ്ഞപ്പോ ഒരു സൈക്കിളിങ് ഇങ്ങോട്ട് കോമഡി ഇങ്ങനെയാണ് ജോണർ ഷിഫ്റ്റ് ആവുന്നത്. പെട്ടെന്നായിരുന്നു. Okay, ആ ജീപ്പ് സിനിമയിലെ കഥാപാത്രമേ അല്ല. ആ ജീപ്പ് പോയപ്പോ സൈക്കിൾ വന്നു. സൈക്കിളായിരുന്നു മെയിൻ. ആ സൈക്കിളിൽ ആരും ഉണ്ടായിരുന്നില്ല. പറ ബാക്കി പറ. 3 ജോണർ മാറി. ആ സൈക്കിൾ ഇങ്ങനെ തനിയെ പോകുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 പേർ കണ്ടു. അവരാ സൈക്കിളിൽ എന്തായാലും ബസ് വരാൻ ഇനി സമയമെടുക്കും. സൈക്കിളെന്ന് അവർക്ക് എന്തായാലും ഇപ്പൊ റീയൂണിയൻ ആണല്ലോ, ഒരു പാട്ട്. വീണ്ടും മീച്ച അന്തൊഴിച്ച് തേടി നടന്നൊരു തേനീച്ച. ഓൺ എ സീരിയസ് നോട്ട് ഒരു പാട്ട്. സ്വരപ്പെട്ടി വന്നോ ഗൈസ്? സ്വരപ്പെട്ടി അല്ലടാ, ശ്രുതിപ്പെട്ടി. ഓ പിന്നെ ഞാൻ ശ്രുതിപ്പെട്ടി വെച്ചിട്ടല്ലേ പടം ഉണ്ടാക്കുന്നത്. പോയ ശാലിക ഞങ്ങൾക്ക് ഇതും അതിലും ജ്ഞാനമുണ്ട് ശാസ്ത്രീയമായും. അല്ല അതൊരു പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഒരാള് സ്വരപ്പെട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നത്. കാരണം അങ്ങനെ ഒരു പെട്ടിയില്ല. സ്വരപ്പെട്ടി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വരപ്പെട്ടി സ്വരങ്ങൾ വരുന്ന ഒരു പെട്ടി. ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. എടുക്ക് ലിറിക്ക് മിഴിച്ചാങ്കൊഴിച്ചേ തൊഴച്ചേ ആൻഷി ചിരി കൊണ്ട് നിറച്ചേ ഉറച്ചേ മനസ്സിൽ ഉറച്ചൊരു ഘനയടി അനുരാഗം. നിജമാവാ സിനിമാവാ എനിക്മാവാ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് തേടി നടന്നൊരു തേനീച്ച. അപ്പൊ തേനീച്ചയുടെ സൗണ്ട് ഇടും. അതുണ്ട് അതാ പാട്ട് ശ്രദ്ധിച്ചറിയാം. തേടി നടന്ന് അപ്പൊ അതിടണേ. ഞാനത് പാടുമ്പോ 1 2 3 സ്റ്റാർട്ട്. തേടി നടന്നൊരു തേനീച്ച. അതൊന്ന് പവർ ഷോട്ടായതുപോലെ ഉണ്ട്. സ്വന്തം ഭയങ്കരമായിട്ട് ചിരിക്കും. എന്തായാലും ന്യൂ സോങ് അറിയണേ. കോളേജ് പയ്യനായിട്ട് വീണ്ടും ആ ലൈഫൊക്കെ എൻജോയ് ചെയ്തോ ശരിക്കും സിനിമയില്? പിന്നെ അത് ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. നമ്മൾ ഇത്രയും കോളേജ് പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഞാൻ പഠിച്ചിറങ്ങിയ പോലെ അതൊന്നല്ല. ഗൈസ് ഒന്ന് വെറുതെ വിടുവോ? നോ ഈ ജോക്സ് എന്ന് പറയണ. പക്ഷെ ഇന്നലത്തേക്കാളും പ്രായം തോന്നിക്കുന്നുണ്ട്. ഇന്നലെ പ്രായം കുറവായിരുന്നോ? മെനിഞ്ഞാന്ന് അല്ല ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നോ? പോസ്റ്ററിലെന്താ ഷാനിക്കില്ലാത്ത? ടോയ്ചേട്ടൻ, ബേസിലേട്ടൻ, വിനീതേട്ടൻ. എവിടെ ഷാനിക്ക? എവിടെ? അതൊരു സസ്പെൻസ് ആണ് ആക്ച്വലി. പോസ്റ്ററിലോ? ആ കാറിൽ ബാക്കിൽ ഡീറ്റെയിലിംഗ് അതിന്റെ ഉള്ളിലുണ്ടോ ഷാനിക്ക? ഡീറ്റെയിലിംഗ്. ഷാനിക്ക ആ ടോബി എന്നെ അടിക്കുന്ന പോസ്റ്ററിലെ ആ നിഴലില്ലേ, അതിലൊന്നും ഷാനിക്കയാ. ഷാനിക്കയ്ക്ക് വിഷമമൊന്നും ഇല്ല അല്ലേ? നമ്മൾ ഇൻഡിവിജ്വൽ പോസ്റ്റർ വിട്ടു, എന്നിട്ടാണ് നിങ്ങൾ ഈ വർത്താനം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പുറത്ത് പോയിരുന്ന് കരയാൻ. പ്രതീക്ഷയുടെ അമിതഭാരം സിനിമയെ ബാധിക്കാതിരിക്കാൻ ഷാനിക്കയെ ഞങ്ങൾക്ക് പോസ്റ്ററിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അതാണ്. നൈസ്. ഒരു സേഫ് ഡിസ്റ്റൻസ് അല്ല ഇവൻ പറയണത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പോസ്റ്റർ കാണുമ്പോ ഓക്കെ വിനീത് ശ്രീനിവാസൻ പ്രതീക്ഷ, ടൊവിനോ തോമസ് പ്രതീക്ഷ, ബേസിൽ ജോസഫ് പ്രതീക്ഷ, ഷാൻ റഹ്മാൻ അമിതഭാരം. ഓക്കെ അത് പ്രതീക്ഷയുടെ അമിതഭാരം അല്ലാതെ അമിതഭാരമല്ല. നിങ്ങളിത് വെറുതെ ബോഡി ഷേമിംഗ് അല്ല, പ്രതീക്ഷയുടെ അമിതഭാരമാണ് ഉദ്ദേശിച്ചത്. പ്രതീക്ഷ
നമ്മുടെ പ്രതീക്ഷ. അരക്കിലോ കുറച്ച് ചേട്ടാ, അരക്കിലോ കുറച്ച് അങ്ങനെയാണ് കേൾക്കുന്നത്. ഓ ബേസിലാണ് ഇപ്പൊ ഈ മസിലൊക്കെ വെച്ചാണ് ഇപ്പൊ നേരത്തെ ഫോൺ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്, സ്റ്റൈലൊക്കെ മാറിയല്ലോ. മസിൽ വെട്ടി കയറിയതല്ലേ ഇങ്ങനെ ഇരുന്നത്. മസിലൊരു ഭാരമായിരുന്നു ബേസിലേട്ടാ. അത് ഈ അമിതമായ സ്റ്റിറോയിഡ് നല്ല വർക്കൗട്ട് ഒക്കെ ആയിരുന്നോ? പിന്നെ വർക്കൗട്ട് കുറച്ച്, പക്ഷെ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ കുടൽ മുറിച്ച് മാറ്റി ചെറിയൊരു പീസുള്ളൂ, ഇത്രേ ഉള്ളൂ. വണ്ണം കുറയ്ക്കാൻ വരെ വഴി വേണ്ടേ? എക്സ്ട്രീം മെഷേഴ്സിലേക്ക് പോയി. അത് വിദേശത്ത് നിന്നാണ് സ്റ്റെറോയിഡുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പൊ ബേസിലേട്ടൻ അല്ലെങ്കിൽ ടോയ്ച്ചേട്ടൻ, ഷാനിക്ക, നിങ്ങൾ മൂന്നുപേര് ഇരിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഗോദ ആൻഡ് മിന്നൽ മുരളി. നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തത് ഈ 2 സിനിമകളായിരുന്നു അല്ലേ? റിയൂണിയൻ ടൈം. റിയൂണിയൻ നന്നായി വേറെ ആരും ഇല്ല, നമുക്ക് നമ്മുടെ റിയൂണിയൻ എക്സ്ക്ലൂസീവ് ആയി. ഷാനിക്ക, അപ്പൊ അതിലെ ആ 2 സിനിമയിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് അതിന് വലിയൊരു കയ്യടി, സൂപ്പർ സോങ്സ് നമുക്ക് തന്നതിന്. അപ്പോൾ ഡയറക്ടർക്ക് വേണ്ടതൊക്കെ എങ്ങനെയായിരുന്നു? ചോദിച്ചു എനിക്ക് ഇന്ന പാട്ട് വേണം, അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡയറക്ടർ സൈഡിൽ നിന്ന്? എന്തായിരുന്നു? അതായത് ഇപ്പം ഗോദയുടെ സമയത്താണെങ്കിൽ ആ സമയത്ത് ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അടികപ്പ്യാരെ കൂട്ടമണിയുടെ മിക്സ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ആ സമയത്ത് പിന്നെ അതിന്റെ ഡയറക്ടർ ജോൺ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ സൈഡിലിരിക്കുന്നു, തൊട്ട് പുറകില് നീയും ദിബിൽ, ബേസിലും ദിബിലും കൂടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നത്. എന്നിട്ട് നമ്മളെന്നിട്ട് ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് അന്ന് നമ്മൾ താമസിച്ചത്. അപ്പം ഇവരവിടെ വന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. അപ്പം ബേസി എന്നോട് പറഞ്ഞിങ്ങനെ, ഇതിൽ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മോഡേൺ വേഷമിട്ട ഒരു പെൺകുട്ടി ഒരു നാട്ടിലേക്ക് വരുന്നു. അപ്പം ആ പെൺകുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാൽക്കാരനായാലും ശരി, പത്രക്കാരനായാലും ശരി, എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു വാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാട്ട്. അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി അതിന്റെ കൂടെ ഞാൻ മൈക്കിലൂടെ ഞാൻ വാവുന്നു അങ്ങ് പറഞ്ഞു. സപ്പോസ് വാവുന്നു ആൾക്കാർക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളായിട്ട് ഇനി ഇത് കേട്ടിട്ട് മറ്റാർക്കും വാവെന്ന് പറയാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഇട്ടു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ തന്നെ ഓഫ് കോഴ്സ് ആ പാട്ടിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ വാവ് എന്ന് പറയുന്നത് തന്നെയായിരുന്നു. സേഫ്റ്റിയും നമ്മൾ തന്നെ വാവ് എന്ന് പറയുന്നു ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് വാവെന്ന് പറയാൻ പുറത്തുനിന്ന് ആളുടെ ആവശ്യം. ആ പടം ഇത്രയും ഓർത്തിരിക്കുന്നതിന് ഒരു കാരണവും അതിന്റെ ആൽബം തന്നെയാണ്. ഫുൾ ആൽബം, എല്ലാ പാട്ടുകളും എല്ലാം വേറെ വേറെ ജോണറിലേക്ക്. ഗോദയുടെ സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആൽബമാണ്. എല്ലാം കൂട്ടിയിട്ട് നമ്മള് കോമ്പിനേഷൻ ആയിരുന്നു. സുഷിൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. എന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ഉയരെ. അത് പാട്ടാണ്. എന്നോട് ടോബി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ എന്നോട്, എന്റെ പൊന്നു കേട്ടാ, ഇതുപോലത്തെ പാട്ടുണ്ടാക്കി എന്തിനീ വില്ലനൊക്കെ കൊടുക്കുന്നത്, എനിക്ക് വരാൻ പറ്റി പാട്ട് പിന്നിൽ. അത് പക്ഷെ എന്റെ അല്ല. ഗോദയിൽ ആരോന്നിച്ചിൽ കിട്ടിയില്ലേ നിനക്ക്? എനിക്ക് അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ആരോന്നിച്ചിലും പിടിച്ചിരിക്കണം. എനിക്ക് പുതിയ പുതിയ കിട്ടിക്കോട്ടെ. വേറെ പാട്ടുകളും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബേസിലേട്ട ആ പാട്ട് കേട്ടപ്പോ കിട്ടിയ പല പല വേർഷൻസ് നമ്മൾ ട്രൈ ചെയ്താണ് അതിലേക്ക്. ആ ഉയരയിലെ സ്റ്റാർട്ടിങ്ങിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ തോന്നിയത് ഉലകിതിനോടും ആ പോയിന്റാണ്. നിന്നെ നേടാൻ മര്യാദക്ക് പാടിത്താ ബേസിലേട്ട. അത് യൂട്യൂബില് ഞാൻ ഇടയ്ക്ക് ആ പാട്ടിന്റെ വീഡിയോ സോങ് ഇരുന്ന് കാണും. അത് വൻ മൊമെന്റ് ആണ്. മറ്റേ ഉലകിതിനോടും എന്ന് പറയുമ്പോൾ ആൾക്കാരെ എയറിലാണ്. അത് ഭയങ്കര സിംഗായിരുന്നു ആ വിഷ്വൽ.